നല്ല ടേസ്റ്റി ആയിട്ട് മുട്ട ബുർജി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. എൻ്റെ ലഞ്ച് ബോക്സിലെ സ്ഥിരം ഐറ്റമായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ ആ ഒരു മസാലപ്പൊടിയുടെ ഒക്കെ ഒരു മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 മുട്ട ഉണ്ട് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് കൈ വിടാണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാവുന്ന വരെ നമ്മൾ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്